അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഖ്തസർ 139, ബാബുൽ ഖസർ 8, പേജ് നമ്പർ 192. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി. വതഖ്ദീറു ഹാദൽ കലാം, അവിടുന്നാണ് ഓതാനുള്ളത്. അപ്പോൾ പറഞ്ഞു വന്നത്, മുസന്നിഫ് ഇന്നമ ഖസറിനെ ഫായിദ വെപ്പിക്കുന്ന സബബിലേക്ക് ഇഷാറത്ത് ചെയ്തു. മാവ ഇല്ലന്റെ മഅനയെ ഇന്നമ ഉൾക്കൊള്ളിച്ചതിന് വേണ്ടി എന്നാണ്. അപ്പോൾ മാവ ഇല്ല എന്നതിന്റെ മഅന ഇന്നമയിലുണ്ട്, അതുകൊണ്ടാണ് ഖസറിനെ ഫായിദ വെപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് ശാരിഹ് പറഞ്ഞു, വലമ്മഖ്തലഫു ഫീ ഇഫാദത്തിഹിൽ ഖസറ, ഇന്നമ ഖസറിനെ ഫായിദ വെപ്പിക്കുന്നതിൽ അവര് ഇഖ്തിലാഫിലായപ്പോൾ, വഫീ തളമ്മുനിഹി മാനാ മാവ ഇല്ലന്റെ മാനയെ ഇന്നമ ഉൾക്കൊള്ളിക്കുന്നതിലും ഇഖ്തിലാഫുണ്ടായപ്പോൾ ബയ്യനഹു ഫായിദ ഇന്നമ ഖസറിനെ ഫായിദ വെപ്പിക്കും എന്ന കാര്യത്തിനെ ബയാൻ ചെയ്തു 3 വജ്ഹുകളെ കൊണ്ട്. എന്നിട്ട് ഫഖാല, മുസന്നിഫ് പറഞ്ഞു, ലി ഖൗലിൽ മുഫസ്സിരീന, മുഫസ്സിരീങ്ങളുടെ കൗലിന് വേണ്ടി. എന്താ കൗല്? ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത്തത്ത എന്ന ആയത്ത്, ബിൻ നസ്ബി, നസ്ബ് കൊണ്ടുള്ള ആയത്ത്, മഅനാഹു അതിന്റെ മഅന മാ ഹറമ അലൈക്കും ഇല്ലൽ മൈത്തത്ത എന്നാണ് എന്ന അവരുടെ കൗലിന് വേണ്ടി. ഈ മഅനയാണ് റഫഇന്റെ ഖിറാഅത്തിനോട് യോജിച്ചത് എന്നാണ് ഇവിടെ മുസന്നിഫ് സ്ഥാപിച്ചത്. അപ്പോൾ മുഫസ്സിരീങ്ങൾ എന്ത് പറഞ്ഞു? നസ്ബ് കൊണ്ടുള്ള ഖിറാഅത്ത് പ്രകാരം ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത്തത്ത എന്ന നസ്ബ് കൊണ്ടുള്ള ഖിറാഅത്ത് പ്രകാരം ഈ ആയത്തിന്റെ മഅന മാ ഹറമ അലൈക്കും ഇല്ലൽ മൈത്തത്ത എന്നാണ്. അതാണ് അവരുടെ കൗല്. അതിന്റെ മഅന ഇങ്ങനെയാണ് എന്നാണ് മുഫസ്സിരീങ്ങൾ പറഞ്ഞത്. ആ കൗലിന് വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ വജ്ഹാണത്. ഇന്നമ എന്താകുന്നത്? ഖസറിനെ ഫായിദ വെപ്പിക്കുന്നത്. ഈ കലാമിന്റെ തഖ്ദീർ, അന്നഫിൽ ആയത്തി സലാസ ഖിറാഅത്തിൻ, ആയത്തിന് 3 ഖിറാഅത്തുണ്ട്. ഹറമ മബ്നിയ്യൻ ലിൽ ഫാഇലി, ഒന്ന് ഹറമയാണ് മബ്നിയ്യൻ ലിൽ ഫാഇലി, ഫായിലിനും വേണ്ടി എടുക്കപ്പെട്ടതായ നിലയിൽ. മഅ നസ്ബിൽ മൈത്തത്തി, മൈത്തത്തിന് നസ്ബോട് കൂടെ. റഫഇഹ, മൈത്തത്തിന് റഫ്ഓട് കൂടെയും. അപ്പൊ ഹറമ ഫായിലിനും വേണ്ടി എടുക്കപ്പെടുമ്പോൾ മൈത്തത്തിനക്ക് നസ്ബ് കൊണ്ടുള്ള ഖിറാഅത്തും ഉണ്ട്, റഫ്ഉ കൊണ്ടുള്ള ഖിറാഅത്തും ഉണ്ട്. അപ്പൊ 2 ഖിറാഅത്തായി. ഹുദ്ദിമ, മറ്റൊന്ന് ഹുദ്ദിമയാണ് മബ്നിയ്യൻ ലിൽ മഫ്ഊലി, മഫ്ഊലിനും വേണ്ടി എടുക്കപ്പെട്ടതാ നിലയിൽ മഅ റഫഇൽ മൈത്തത്തി, മൈത്തത്തിന് റഫ്ഓട് കൂടെ. അപ്പൊ 3 ഖിറാഅത്തായി. ഏതാ 3 ഖിറാഅത്ത്? ഒന്ന് ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത്തത്ത, 2 ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത്തത്തു, 3 ഇന്നമാ ഹുർരിമ അലൈക്കുമുൽ മൈത്തത്തു. ഇങ്ങനെ 3 ഖിറാഅത്താണ്. കദാഫി തഫ്സീറിൽ ഖുവാശി, ഇങ്ങനെയാണ് ഖുവാശിയുടെ തഫ്സീറിൽ ഉള്ളത്. ഫഅലൽ ഖിറാഅത്തിൽ ഊല, ഒന്നാമത്തെ ഓത്ത് പ്രകാരം. ഏതാണത്? ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത്തത്ത എന്ന ഓത്ത്. മാഫി ഇന്നമാ കാഫത്തുൻ, ഇന്നമയിലുള്ള മാ കാഫത്താണ്, എന്തല്ല മൗസൂലത്ത് അല്ല. ഇത് ലൗകാനത്ത് മൗസൂലത്തൻ, ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത്തത്ത എന്ന ഓത്തുപ്രകാരം ആ മാ മൗസൂലയാവുകയാണെങ്കിൽ
ലബഖിയ ഇന്ന ബിലാ ഖബരിൻ, ഇന്ന ഖബർ കൂടാതെ ബാക്കിയാവും. കാരണം ഇന്നമാ തീർച്ചയായിട്ടും ഒന്ന്, ഹറമ അലൈക്കുമുൽ മൈത്തത്ത, മൈത്തത്തിനെ നിങ്ങളെ മേൽ അല്ലാഹു തആല ഹറാമാക്കി, അങ്ങനത്തെ ഒന്നാകുന്നത് എന്നാകും അർത്ഥം. അപ്പോ ലബഖിയ ഇന്ന ബിലാ ഖബരിൻ, ഖബർ കൂടാതെ ഇന്ന ബാക്കിയാകും. വൽ മൗസൂല് ബിലാ ആയിദിൻ, മൗസൂല് ആയിദ് കൂടാതെയും ബാക്കിയാകും. കാരണം ഇവിടെ ആയിദിനെ കളയാൻ പറ്റാത്ത സ്ഥലമാണ്. കാരണം ഹറമന്റെ മഫൂല് അൽമൈത്തത്ത ഹറമന്റെ മഫൂലാകുമ്പോൾ ഹറമഹു എന്ന് അവിടെ ലമീറിനെ സങ്കല്പിക്കാൻ പറ്റൂല. കാരണം ഹറമക്ക് മഫൂൽ ഇപ്പുറത്തുള്ളത് കൊണ്ട്. അല്ലെങ്കിൽ പിന്നെന്താവാമായിരുന്നു, ഹറമഹു എന്ന് ലമീറിനെ കളയാമായിരുന്നു, മഫൂലിനെ കളയാമായിരുന്നു. കാരണം ആയിദിനെ കളികൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇത് മുന്തസിബ് മുത്തസില് മുന്തസിബായാൽ ഇതിനെ കളയാമെന്ന് അൽഫയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ കളയാൻ പറ്റൂല. കാരണം ഹറമക്ക് മഫൂൽ ഇപ്പുറത്തുള്ളത് കൊണ്ട് ഇവിടെ ഇതിന് സ്ഥാനമില്ല. അപ്പൊ മൗസൂലക്ക് ആയുധം ഉണ്ടാവുകയില്ല. മറ്റത് വൽഹദ്ഫു ഇൻദഹും കസീറും മുൻജലി ഫി ആയിദിൻ മുത്തസിലിൻ ഇൻതസബ് ബിഫിഇലിൻ വസ്ഫിൻ കമൻ നർജുഹു യഹബ്. നർജുഹു മുത്തസിൽ മുന്തസിബായി ഇത് അപ്പൊ കളഞ്ഞു. അതേപോലെ ഇന്നമാ ഹറമഹു എന്ന് കളഞ്ഞു എന്ന് വെച്ചാൽ പോലെ എന്ന ചോദ്യത്തിന് അത് ഇവിടെ പറ്റൂല. കാരണം അൽ മൈത്തത്ത മഫ്ഊൽ ഇവിടെ നിലവിലുണ്ട്. അപ്പോൾ മൗസൂല് ആയത് കൂടാതെയും ബാക്കിയാവും. അതുകൊണ്ട് എന്താവണം, കാഫത്ത് തന്നെയാവണം. അലസാനി രണ്ടാമത്തെ ഓത്ത് പ്രകാരം മൗസൂലത്തുൻ, എന്താണ്, മൗസൂലത്താണ്. കാരണം മൗസൂല് ആക്കിയില്ലെങ്കിൽ മൈത്തത്തിന് അവിടെ സ്ഥാനം ഉണ്ടാവൂല. ലിയക്കൂനൽ മൈത്തത്തു അൽ മൈത്തത്തു എന്ന റഫഇന്റെ ഓത്ത് പ്രകാരമുള്ള മൈത്തത്താവാൻ വേണ്ടി ഖബറാവാൻ വേണ്ടി. അപ്പൊ എന്താവും, ഇന്നമാ തീർച്ചയായിട്ടും ഒന്ന്, ഹറമ ആ ഒന്നിനെ ഹറാമാക്കി. അപ്പൊ ഇതിനവിടെ കളഞ്ഞു. വൽഹദ്ഫു ഇൻദഹും കസീറുൻ മുൻജലി ഫി ആയിദിൻ മുത്തസിലിൻ ഇൻതസബ് ബിഫീലിൻ ഔ വസ്ഫിൻ കമൻ നർജു യഹബ്. ഇതിനെ കളഞ്ഞു എന്ന് വെച്ചാൽ മതി. ഇന്നമാ തീർച്ചയായിട്ടും ഒന്ന്, എങ്ങനത്തെ ഒന്ന്, ഹറമഹു ആ ഒന്നിനെ അല്ലാഹു ഹറാമാക്കി നിങ്ങളെ മേൽ, അങ്ങനത്തെ ഒന്നാവുന്നത് അൽമൈത്തത്തു. അപ്പൊ അൽമൈത്തത്ത് ഖബറാവാൻ വേണ്ടി മൗസൂലത്താവണം, കാഫത്തല്ല. കാഫത്തായാൽ അവിടെ പറ്റൂല. പിന്നെ ഇത് ലാ യസിഹു ഇർതിഫാഉഹ, ഈ മൈത്തത്ത് റഫഇലെ നേടിയെടുക്കൽ സഹിയാകൂല. ബി ഹറമൽ മബിനിയിൽ ഫായിലി, ഫായിലും വേണ്ടി എടുക്കപ്പെട്ട ഹറമ കൊണ്ട് മൈത്തത്ത് റഫഇനെ നേടിയെടുക്കൽ സഹിയാകൂല. അലാമാ ലാ യഖഫ, അത് ഖഫിയല്ല എന്നതിന്റെ മേൽ. അത് ആർക്കും ഖഫിയല്ലല്ലോ. അപ്പൊ എന്താകും അർത്ഥം, രണ്ടാമത്തെ ഖിറാഅത്ത് പ്രകാരം അർത്ഥം മൗസൂലിയാകുമ്പോൾ ഇന്നല്ലദീ തീർച്ചയായിട്ടും ഒന്ന്, ഹറമഹു ആ ഒന്നിനെ ഹറാമാക്കി അല്ലാഹു തആല അലൈക്കും നിങ്ങളെ മേൽ ഉവൽ മൈത്തത്തു, അത് മൈത്തത്ത് മാത്രമാണ് എന്നായി. അൽ മൈത്തത്തു ഖബറായി, മുസ്നദാണ്. ഇന്നമാന്ന് പറഞ്ഞ മുസ്നദ് ഇലൈഹിയുമാണ്. വഹാദ ഈ മഅന യുഫീദുൽ കസറ, കസറിനെ ഫായിദ വെപ്പിക്കും. ഇത് ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത്തത്തു എന്ന ഓത്ത് കസറിനെ ഫായിദ വെപ്പിക്കും.
ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത്തത്തു എന്ന ഓത്ത് കസറിനെ ഫായിദ വെപ്പിക്കും. മായന പറഞ്ഞല്ലോ മാക്ക് അല്ലദീ എന്ന് ഇവിടെ എടുത്തു, അത് മാ മൗസൂലയാണെന്ന് അറിയിക്കാനാണ്. ഇന്നല്ലദീ ഹറമഹുല്ലാഹു, ആ ഇതിനെ കളഞ്ഞു. വഹാദ യുഫീദുൽ കസറ. അപ്പൊ ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത്തത്തു എന്ന ഓത്ത് കസറിനെ ഫായിദ വെപ്പിക്കും. അതെന്താണത്? ലിമാ മറ ഫി തഅരീഫിൽ മുസ്നദി, മുസ്നദിനെ മഅരിഫിയാക്കുന്നതിൽ കഴിഞ്ഞു പോയ ഒന്നിനു വേണ്ടി. 160 പേജിൽ അത് കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്താ? മിൻ അന്ന നഹ്വ അൽ മുൻതലിഖു സൈദുൻ, അൽ മുൻതലിഖു സൈദുൻ പോലത്തതാകുന്നത്, വ സൈദുൻ അൽ മുൻതലിഖു, സൈദുനിൽ മുൻതലിഖു പോലത്തതും, യുഫീദു ഹസ്റൽ ഇന്തിലാഖി, ഇന്തിലാഖിനെ ഹസ്ർ ചെയ്യലിനെ ഫായിദ വെപ്പിക്കും, അലാ സൈദിൻ, സൈദിന്റെ മേൽ എന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട് 160 പേജിൽ. അതായത് അൽ മുൻതലിഖു മുബ്തദ, സൈദുൻ ഖബർ, പോകുന്നവൻ സൈദ് മാത്രമാണ്. വ സൈദുൻ അൽ മുൻതലിഖു എന്ന് പറഞ്ഞാലോ പോകുന്നവൻ സൈദ് മാത്രമാണ് എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ ജിൻസിന്റെ ലാമ് കൊണ്ട് മഅരിഫിയാക്കപ്പെട്ട കലാമ് അത് മുസ്നദ് ഇലൈഹി ആവട്ടെ മുസ്നദാവട്ടെ അതിനെയാണ് കസർ ചെയ്യുക മറ്റേതിന്റെ മേൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായി? അൽ മുൻതലിഖു സൈദുൻ എന്നുള്ളിടത്ത് അൽ മുൻതലിഖു മുബ്തദയാണ്, സൈദുൽ ഖബറാണ്. അപ്പൊ അവിടെ മുബ്തദാന ഖബറിന്റെ മേൽ ഹസ്ർ, സൈദുൽ അൽ മുൻതലിഖു എന്ന് പറഞ്ഞോടത്തോ ഖബറിനെ മുബ്തദാന്റെ മേൽ ഹസ്ർ. അത് 160 പേജിൽ വിവരിച്ചിട്ടുണ്ട്, അവിടെ നോക്കിയാൽ കാണാം. വൽ ഹാസിലു, 160 പേജിലെ ഇബാറത്ത് ഹാസില് പറഞ്ഞതാണ്. വൽ ഹാസിലു അന്നൽ മുഅറഫ ബിലാമിൽ ജിൻസി, ജിൻസിന്റെ ലാമ് കൊണ്ട് മഅരിഫിയാക്കപ്പെട്ടത്, ഇൻ ജുഇല മുബ്തദഅൻ, അതിനെ മുബ്തദയാക്കിയാൽ, ഏതുപോലെ അൽ അമീറു സൈദുൻ എന്നാണ് അവിടെ ഉദാഹരണം പറഞ്ഞത്. നമുക്ക് ഇവിടെയും അത് അൽ മുൻതലിഖു സൈദുൻ എന്നാക്കാം. അൽ അമീറു സൈദുൻ അല്ലെങ്കിൽ അൽ മുൻതലിഖു സൈദുൻ. അങ്ങനെ മുബ്തദയാക്കിയാൽ ഫഹുവ മക്സൂറുൻ അലൽ ഖബരി, ഖബറിന്റെ മേൽ കസറാക്കപ്പെട്ടതാണ്. അപ്പൊ എന്താവും? അൽ മുൻതലിഖു സൈദ് എന്നുള്ളടത്ത് ഖബർ സൈദാണല്ലോ, അൽ മുൻതലിഖു മുബ്തദയുമാണ്. അപ്പൊ പോകുന്നവൻ സൈദ് മാത്രമാണ്, സൈദ് ഖബറാണ്, അൽ മുൻതലിഖു മുബ്തദയാണ്. ഇനി പറയുന്നത് നോക്ക്. വ ഇൻ ജുഇല ഖബറൻ, ആ ജിൻസിന്റെ ലാമ് കൊണ്ട് മഅരിഫയാക്കപ്പെട്ടതിനെ ഖബറാക്കിയാല്, ഏതുപോലെ? സൈദുൽ മുൻതലിഖു, ഇവിടെ രണ്ടാമതെടുത്ത ഉദാഹരണം പോലെ സൈദുൽ മുൻതലിഖു അല്ലെങ്കിൽ സൈദുനിൽ അമീറു, അവിടെ എടുത്തത് സൈദുൽ അമീറു എന്നാണ്. അപ്പോൾ മുബ്തദാന്റെ മേൽ കസറാണ്, ഖബറിന്റെ മേലിലല്ല. ചുരുക്കി പറഞ്ഞാൽ ജിൻസിന്റെ ലാമ് കൊണ്ട് മഅരിഫയാക്കപ്പെട്ടതിനെയാണ് കസർ, അത് മക്സൂറാണ്, മറ്റത് മക്സൂർ അലൈഹിയാണ്. അതാണ് മുസ്നദിനെ മഅരിഫയാക്കുന്നതിൽ പറഞ്ഞു പോയത്. കസറിനെ ഫായിദ വെപ്പിക്കുന്നത് അതാ. ലിമാ മറ ഫീ തഅരീഫിൽ മുസ്നദി മിൻ അന്ന നഹ്വ അൽ മുൻതലിഖു സൈദുൻ, അൽ മുൻതലിഖു സൈദുൻ പോലത്തത്, വ സൈദുനിൽ മുൻതലിഖു പോലത്തതും, യുഫീദു ഹസ്റൽ ഇന്തിലാഖി, ഇന്തിലാഖിനെ ഹസർ ചെയ്യലിനെ ഫായിദ വെപ്പിക്കും, അലാ സൈദിൻ, സൈദിന്റെ മേൽ. അപ്പൊ ജിൻസിന്റെ അലിഫിലാമ് കൊണ്ട് മുന്തിക്കപ്പെട്ടത് അത് മുബ്തദയാവട്ടെ അത് ഖബറാവട്ടെ. മുബ്തദായതിന് ഉദാഹരണം അൽ മുൻതലിഖു സൈദുൻ, ഖബറായതിന്റെ ഉദാഹരണം സൈദുനിൽ മുൻതലിഖു. ഒന്ന് ഖബറിന്റെ മേൽ ഹസർ, ഒന്ന് മുബ്തദാന്റെ മേൽ ഹസർ. അതായത് അൽ മുൻതലിഖു സൈദ് എന്നുള്ളത് ഇന്തിലാഖിനെ സൈദിന്റെ മേൽ ഹസർ, അതായത് മുബ്തദാനെ ഖബറിന്റെ മേൽ. സൈദുനിൽ മുൻതലിഖു എന്നുള്ളടത്ത് ഖബറിനെ മുബ്തദാന്റെ മേൽ, അവിടെയും ഇന്തിലാഖിനെ സൈദിന്റെ മേൽ എന്നർത്ഥം. അതനുസരിച്ച് ഇവിടെ എന്തു പറയണം? അതനുസരിച്ച് ഇന്നല്ലദീ ഹറമല്ലാഹു എന്നതിനെ
മൗസൂല കൊണ്ട് മുസ്നദ് ഇലൈഹിയുടെ മൗസൂല കൊണ്ട് മൈരിഫിയാക്കപ്പെട്ടതായി. മൗസൂല കൊണ്ട് മൈരിഫിയാക്കപ്പെട്ടത് ജിൻസിന്റെ അലിഫിലാമ കൊണ്ട് മൈരിഫിയാക്കപ്പെട്ടതിന്റെ സ്ഥാനമാണ്. അപ്പോൾ അൽ മുഹറമു അൽ മൈത്തത്തു എന്ന സ്ഥാനത്തായി. അൽ മുഹറമു അൽ മൈത്തത്തു. അപ്പൊ അൽ മുൻതലിക്കു സയ്യിദുൻ, സയ്യിദുൻ ഖബറാണ്, അൽ മൈത്തത്തു ഖബറാണ്. അൽ മുഹറമു മുബ്തദയാണ്, അൽ മുൻതലിക്കു മുബ്തദയാണ്. അപ്പോൾ ഹറാമാക്കപ്പെട്ട കാര്യം മൈത്തത്ത് മാത്രമാണ്. അൽ മുൻതലിക്കു പോകുന്നവൻ സയ്യിദ് മാത്രമാണ്. ഇന്നല്ലദീ ഹറമല്ലാഹു അലൈക്കും, നിങ്ങളുടെ മേൽ ഹറാമാക്കപ്പെട്ടത് മൈത്തത്ത് മാത്രമാണ്. അതായത് ഇവിടെ മുസ്നദ് ഇലൈഹി മൗസൂല കൊണ്ട് മൈരിഫിയായി. മൗസൂല കൊണ്ട് മൈരിഫിയായത് ജിൻസിന്റെ ലാമ കൊണ്ട് മൈരിഫിയാക്കപ്പെട്ടതിന്റെ സ്ഥാനത്താണ്. അപ്പോൾ ഇന്നല്ലദീ ഹറമ അലൈക്കും എന്നുള്ളത് അൽ മുഹറമു അലൈക്കും എന്നായി. അപ്പോൾ അൽ മുഹറമു അൽ മൈത്തത്തു എന്ന കലാമിന്റെ സ്ഥാനത്തായി. അപ്പോൾ ജിൻസിന്റെ ലാമ കൊണ്ട് മൈരിഫിയാക്കപ്പെട്ടത് അൽ മുഹറമു, അതിനെ എന്തിന്റെ മേൽ ഹസറാക്കി? മൈത്തത്തിന്റെ മേൽ ഹസറാക്കി. അതുകൊണ്ട് ഇന്നമ ഹറമ അലൈക്കുമുൽ മൈത്തത്തു എന്ന ഓത്ത് പ്രകാരം ഹറാമാക്കപ്പെട്ട കാര്യത്തിന് മൈത്തത്തിന്റെ മേൽ ഹസറാക്കി. ഹറാമാക്കപ്പെട്ടത് മൈത്തത്ത് മാത്രമാണ്. കാരണം ആ മൗസൂലയാകുമ്പോൾ മൗസൂല കൊണ്ട് മൈരിഫിയാക്കപ്പെട്ട മുസ്നദ് ഇലൈഹിയാണ്. അത് ജിൻസിന്റെ ലാമ കൊണ്ട് മൈരിഫിയാക്കപ്പെട്ടതിന്റെ സ്ഥാനത്താണ്. അപ്പോൾ ഹിന്നമാ ഹറമ എന്നുള്ളത് അൽ മുഹറമൂന്റെ സ്ഥാനത്തായി. അതായത് ഹറാമാക്കപ്പെട്ട കാര്യത്തിന് മൈത്തത്തിന്റെ മേൽ ഹസറാക്കി. അൽ മുൻതലിഖു സയ്യിദുൻ എന്ന് പറഞ്ഞോടത്ത് ഇന്ദിലാക്കിനെ സയ്യിദിന്റെ മേൽ ഹസറാക്കിയതുപോലെ ഹറാമാക്കപ്പെട്ട കാര്യത്തിന് മൈത്തത്തിന്റെ മേൽ ഹസറാക്കി. അപ്പൊ രണ്ടാമത്തെ ഖിറാഅത്ത് പ്രകാരം ഹറാമാക്കപ്പെട്ട കാര്യത്തിന് മൈത്തത്തിന്റെ മേൽ ഹസറാക്കൽ വന്നു. അപ്പൊ ഇനി നോക്ക്, ഫൈദാ കാന ഇന്നമ, അപ്പോൾ ഇന്നമ ആവുകയാണെങ്കിൽ മുത്തലമ്മിനൻ മഅന മാവയില്ല, മാവയില്ലയുടെ മഅനായെ ഉൾക്കൊള്ളിച്ചതാവുകയാണെങ്കിൽ, വക്കാന മഅനൽ ഖിറാഅത്തിൽ ഊല, ഒന്നാമത്തെ ഓത്തിന്റെ മഅന ആവുകയും ചെയ്താൽ, മാവയില്ലന്റെ മഅനാനെ ഉൾക്കൊള്ളിക്കുമ്പോൾ ഒന്നാമത്തെ ഓത്തിന്റെ മഅന ആവുകയും ചെയ്യുമ്പോൾ, മാ ഹറമല്ലാഹു അലൈക്കും ഇല്ലൽ മൈത്തത്ത എന്നാവുകയും ചെയ്യുമ്പോൾ, ഒന്നാമത്തെ ഖിറാഅത്ത് മൈത്തത്തിന് നസ്ബാണല്ലോ. കാലത്ത് ഒന്നാമത്തെ ഓത്തിന്റെ മഅനയാകും, ഒന്നാമത്തെ ഓത്താകും മുത്താബിഖത്തല്ലി ഖിറാഅത്തി സാനിയത്തി, രണ്ടാമത്തെ ഓത്തിനോട് യോജിച്ചതാകും. വയില്ല, ഒന്നാമത്തെ ഓത്തിന്റെ മഅന മാ ഹറമല്ലാഹു അലൈക്കും ഇല്ലൽ മൈത്തത്ത എന്ന് അല്ലെങ്കിൽ ലം തക്കുൻ മുത്താബിഖത്തല്ലഹ, രണ്ടാമത്തെ ഓത്തിനോട് യോജിക്കൂല. കാനൽ ഇഫാദത്തിഹൽ കസ്റ, രണ്ടാമത്തെ ഓത്ത് കസറിനെ ഫായിദ വെപ്പിച്ചതിന് വേണ്ടി. കാരണം മാ മൗസൂലയാകുമ്പോൾ മുസ്നദ് ഇലൈഹിയെ അലിഫിലാമ കൊണ്ട് മൈരിഫിയാക്കപ്പെട്ടതിന്റെ സ്ഥാനത്തായി അൽ മുഹറമു എന്ന മഅനയായി. അൽ മൈത്തത്തു, ഹറാമാക്കപ്പെട്ട കാര്യം മൈത്തത്ത് മാത്രമാണ്. ഇനി അവിടെ ഒരു ഇസ്കാൽ ഇങ്ങനെയും പറയാം, അൽ മൈത്തത്തിന് അങ്ങോട്ട് അസറാക്കിക്കൂടെ, അതും പറ്റും ഇവിടെ. പക്ഷെ ഇവിടെ വിശദീകരിക്കുന്നത് അൽ മുഹറമു ജിൻസിന്റെ അലിഫിലാമ കൊണ്ട് മൈരിഫിയാക്കപ്പെട്ടതിന്റെ സ്ഥാനത്തായി എന്ന നിലക്കാണ്. രണ്ടാമത്തെ ഓത്ത് കസറിന് ഫായിദ വെപ്പിക്കും
ഒന്നാമത്തെ ഓത്തും രണ്ടാമത്തെ ഓത്തും കസറിനെ ഫായിദ വെപ്പിക്കുന്ന വിഷയത്തിൽ യോജിക്കണമെങ്കിൽ ഇവിടെ എന്തിന്റെ മേൽ ഹസറാക്കണം? മുഹറമിനെ മൈത്തത്തിന്റെ മേൽ ഹസറാക്കണം. ഫമുറാദു സക്കാക്കി, സക്കാക്കിന്റെ മുറാദ്, വൽ മുസന്നിഫി, മുസന്നിഫ് തങ്ങളുടെയും മുറാദ്, ബി ഖിറാഅത്തിൻ നസ്ബി, നസ്ബിന്റെ ഖിറാഅത്ത് കൊണ്ടുള്ള മുറാദ്, റഫി, റഫിന്റെ ഖിറാഅത്ത് കൊണ്ടുള്ള മുറാദ്, ഹിയൽ ഖിറാഅത്തുൽ ഊല, ഒന്നാമത്തെ ഓത്തും വസാനിയത്തു രണ്ടാമത്തെ ഓത്തുമാണ്. എന്നല്ലാതെ മൂന്നാമത്തെ ഖിറാഅത്ത് അല്ല. കാരണം രണ്ടാമത്തെ ഓത്തിൽ എന്തുണ്ട്? ഹസറിനെ ഫായിദ വെപ്പിക്കലുണ്ട്. മുസനദിനെ മൈരിഫിയാക്കുന്നതിൽ പറഞ്ഞ വിഷയത്തിന് വേണ്ടി. അപ്പോൾ ഒന്നാമത്തെ ഓത്ത് രണ്ടാമത്തെ ഓത്തിനോട് യോജിക്കണമെങ്കിൽ ഒന്നാമത്തെ ഓത്ത് മാവയില്ലന്റെ മയനാക്കാവണം. വലിഹാദ, ഈ കാരണത്തിന് വേണ്ടി തന്നെ ലം യതഅറള, അവർ രണ്ടാളും തഅറുളായില്ല, ലിൽ ഇഖ്തിലാഫി ഫീ ലഫ്ലി ഹുർരിമ, ഹുർരിമ എന്ന ലഫ്ലിലുള്ള ഇഖ്തിലാഫിലേക്ക്. അവിടെ ഹറമാന്നും ഹുർരിമാന്നുണ്ടല്ലോ. ബൽ ഫീ ലഫ്ലിൽ മൈത്തത്തി, മൈത്തത്ത് എന്ന ലഫ്ലിലുള്ള ഇഖ്തിലാഫിലേക്കാണ് അവർ തഅറുളായത്. റഫ്അൻ വ നസ്ബൻ, റഫ്ആലും നസ്ബാലുമുള്ള ഇഖ്തിലാഫിലേക്ക്. നസ്ബൻ വ അമ്മ അലൽ ഖിറാഅത്തി സാലിസത്തി, മൂന്നാമത്തെ ഓത്ത് പ്രകാരം ഐനി റഫ് അൽ മൈത്തത്തി, മൈത്തത്തിലേക്ക് റഫ് അനെയാണ് ഉദ്ദേശം. വ ഹുർരിമ, ഹുർരിമ എന്നതുമാണ് ഉദ്ദേശിക്കുന്നത്. മബനിയൽ മഫ്ഊലി, മഫ്ഊലിന് വേണ്ടി എടുക്കപ്പെട്ടതായിട്ട്. ആ ഓത്ത് പ്രകാരം, അതായത് ഇന്നമാ ഹുർരിമ അലൈക്കുമുൽ മൈത്തത്തു, ആ ഓത്ത് പ്രകാരം ഫയഹത്തമിലു ഇഹ്തിമാലുണ്ട് അൻ യകൂന മാ കാഫത്തൻ, മാ കാഫത്താവൽ, കാഫത്താവുമ്പോ പിന്നെ മാവയില്ലന്റെ മാന കൊടുക്കേണ്ടി വരും. ഐ മാ ഹുർരിമ അലൈക്കും ഇല്ലൽ മൈത്തത്തു, നിങ്ങളുടെ മേൽ മൈത്തത്തിന് അല്ലാതെ ഹറാമാക്കപ്പെട്ടിട്ടില്ല. കാരണം മാ കാഫത്താക്കാതെ മൗസൂലയാക്കാൻ അവിടെ പറ്റൂല. അവിടെയും മൗസൂലയാക്കുമ്പോൾ എന്താവും? ഇന്നമാ ഒന്ന് ഹുർരിമ അലൈക്കും, നിങ്ങളെ മേൽ ഹറാമാക്കപ്പെട്ടു മൈത്തത്തിന് അങ്ങനത്തെ ഒന്നാകുന്നത് ഖബറുണ്ടാവൂല. അപ്പൊ മാ കാഫത്താക്കണം. കാഫത്താകുമ്പോൾ മാവയില്ലന്റെ മായന ഉൾക്കൊള്ളുകയും ചെയ്യും. ഫയഹ്തമിലു അൻ യകൂന മാ കാഫത്തൻ ഐ മാ ഹുർരിമ അലൈക്കും ഇല്ലൽ മൈത്തത്തു വ അൻ തകൂന മൗസൂലത്തൻ, അത് മൗസൂലയും ആവാം. മൗസൂലയാകുമ്പോ എന്തായി? അല്ല, ഫയഹ്തമിലു അൻ യകൂന മാ കാഫത്തൻ, അതെ, മാ കാഫത്താവൽ ഇഹ്തിമാലുണ്ട്. കാഫത്താവുമ്പോൾ മാവയില്ലന്റെ മാന വെക്കണം. അങ്ങനെയാണ്. ഫയഹ്തമിലു അൻ യകൂന മാ കാഫത്തൻ, മാ കാഫത്താവൽ ഇഹ്തിമാലുണ്ട്. മാ ഹുർരിമ അലൈക്കും ഇല്ലൽ മാ ഹുർരിമ അലൈക്കും ഇന്നമാ ഹുർരിമ അലൈക്കുമുൽ മൈത്തത്തു എന്ന ഓത്ത് പ്രകാരം മാ കാഫത്താവൽ ഇഹ്തിമാലുണ്ട്. കാഫത്താവുമ്പോൾ ഏത് മാന വെക്കണം? ഐ മാ ഹുർരിമ അലൈക്കും ഇല്ലൽ മൈത്തത്തു എന്ന് മാന വെക്കണം. നേരത്തെ നമ്മൾ മൗസൂലായാൽ പറ്റൂല എന്ന് പറഞ്ഞത് ശരിയല്ല. വാന്തക്കൂന മൗസൂലത്തൻ, അപ്പൊ ശരിക്ക് ഇവിടെ ഇബാറത്തിന്റെ മാന ഫയഹ്തമിലൂന മാ കാഫത്തൻ ഹുർരിമ അലൈക്കും ഇന്നമാ ഹുർരിമ അലൈക്കുമുൽ മൈത്തത്തു എന്ന ഓത്ത് പ്രകാരം അയ്യക്കൂന മാ കാഫത്തൻ, മാ കാഫത്താവൽ ഇഹ്തിമാലുണ്ട്. ഐ മാ ഹുർരിമ അലൈക്കും ഇല്ലൽ മൈത്തത്തു, കാഫത്താവുമ്പോ മാവയില്ലന്റെ മായന തന്നെ വെക്കണം. അല്ലാതൊരു മായനാക്ക് അവിടെ ഇഹ്തിമാലില്ല കാഫത്താവുമ്പോൾ. വാന്തക്കൂന മൗസൂലത്തനത് മൗസൂലയും ആവാം. ഇന്നല്ലതി ഒന്ന് ഹുർരിമ, ആ ഒന്നിനെ ഹറാമാക്കപ്പെട്ടു അലൈക്കും നിങ്ങളെ മേൽ
അങ്ങനത്തൊന്ന് മൈത്തത്ത് മാത്രമാണ്. അവിടെയും ഹസറുണ്ട്. ഹറമാവുന്ന ഓത്തുപ്രകാരം ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത്തത്തു, അവിടെ മാ മൗസൂലിയാക്കുമ്പോൾ ഹസറുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും എന്തുണ്ട്? ഹസറുണ്ട്. കാരണം ഇവിടെയും എന്താവും അർത്ഥം? അൽ മുഹറമു അൽ മൈത്തത്തു എന്ന് തന്നെയായല്ലോ. ഹറാമാക്കപ്പെട്ടത് മൈത്തത്ത് മാത്രമാണ്. അപ്പൊ മുസ്നദ് ഇലൈഹി എന്തായി? ജിൻസിന്റെ അലിഫിലാമ കൊണ്ട് മൈരിഫാക്കപ്പെട്ടതിന്റെ സ്ഥാനത്തായി. യുറജ്ജഹു ഹാദ, ഇവിടെ ഈ രണ്ടാമത്തേനെ റാജിഹാക്കപ്പെടും മൗസൂലയാണ് എന്നതിനെ. അതെന്താ? ബി ബക്കായി ഇന്ന ആമിലത്തൻ, ഇന്ന ആമിലത്തായി ബാക്കിയാവലുണ്ട്. മാ മൗസൂലിയാകുമ്പോൾ ഇന്നൊക്കെ അമലുണ്ട്, കാഫത്താകുമ്പോൾ അമലുണ്ടാവൂല. അമലില്ലാതിരിക്കൽ അസലിനെതിരാണ്. അലാമ ഒന്നനുസരിച്ച് ഹുവ, ഒന്നാണ് അസുലുഹ ഇന്നന്റെ അസുല്. ഇന്നന്റെ അസുലെന്താ? അമല് ചെയ്യലാണല്ലോ. അപ്പൊ അസുലടിസ്ഥാനത്തിൽ, ഇന്നയുടെ അസലിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ മാന മൗസൂലാക്കലാണ് റാജിഹ്. ഓ ബഅ്ലുഹും, ചില ആൾക്കാർ തവഹമ ഊഹിച്ചു പറഞ്ഞു, അന്ന മുറാദ സക്കാക്കി, സക്കാക്കിന്റെ മുറാദ്, വൽ മുസന്നിഫി, മുസന്നിഫിന്റെയും മുറാദ്, ഈ ഖിറാഅത്തി റഫി, റഫിന്റെ ഖിറാഅത്ത് കൊണ്ടുള്ള മുറാദ്, ആദിഹിൽ ഖിറാഅത്തു സാലിസത്തു, ഈ മൂന്നാമത്തെ ഖിറാഅത്താണ് എന്ന് അവര് മനസ്സിലാക്കി. എന്നിട്ട് ഫതാലബ, അവർ ആവശ്യപ്പെട്ടു, ഹുമ സക്കാക്കിയോടും മുസന്നിഫിനോടും, ബിസ്സബബി, സബബിനെപ്പറ്റി ആവശ്യപ്പെട്ടു, ഫിഖ്തിയാരി കൗനിഹ മൗസൂലത്തൻ, ആ മാന മൗസൂലിയായി തെരഞ്ഞെടുക്കുന്നതിലുള്ള സബബിനെ കുറിച്ച് ആവശ്യപ്പെട്ടു. ആര്? ഈ ബഅ്ദ്. ഏതോടുകൂടെ? മാ അന്ന സജ്ജാജ, സജ്ജാജി ഇമാമ് ഇഖ്താറ അന്നഹ കാഫത്തൻ, അതിനെ കാഫത്താവലിനെ മുഖ്താറാക്കി എന്നതോടുകൂടെ എന്തിന് മൗസൂലയാക്കി? കാരണം രണ്ടാമത്തെ ഖിറാഅത്ത് പ്രകാരം മൗസൂലയാണ് എന്ന് പറഞ്ഞല്ലോ. രണ്ടാമത്തെ ഖിറാഅത്ത് പ്രകാരം മൗസൂലയാക്കിയത് എന്തിനാണ്? അൽ മൈത്തത്ത് ഖബറാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ബഅ്ദ് ഹുർരിമ അലൈക്കുമുൽ മൈത്തത്തുല റഫിനെയാണ് മുസന്നിഫും സക്കാക്കിയും മനസ്സിലാക്കിയത്, പറഞ്ഞത്. റഫിന്റെ ഖിറാഅത്ത് കൊണ്ട് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഖിറാഅത്താണ്. മൂന്നാമത്തെ ഖിറാഅത്ത് പ്രകാരം മൗസൂലിനെ റാജിഹാക്കിയത് എന്താണ്? അവിടെ മൗസൂലിനെ റാജിഹാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ ഖിറാഅത്ത് പ്രകാരം മാ മൗസൂലയാണ് എന്ന് പറഞ്ഞു. എന്ത്? അൽ മൈത്തത്തു ഖബറാവാൻ വേണ്ടിയത് മൗസൂലയാണ്. അൽ മൈത്തത്തു എന്ന ഓത്ത് പ്രകാരം മാൻ എന്താക്കണം? മൗസൂല തന്നെ ആക്കണം. അതേസമയത്ത് ഹുർരിമ അലൈക്കുമുൽ മൈത്തത്തു എന്നുള്ളോടത്ത് എന്ത് വേണ്ട? മാ മൗസൂലയാവണ്ട, അത് കാഫത്തും ആവാം മൗസൂലത്തും ആവാം. ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത്തത്തു എന്നുള്ളോടത്ത് അൽ മൈത്തത്തു ഖബറാവാൻ വേണ്ടി മാ മൗസൂല തന്നെയാവണം. അതുകൊണ്ട് മൗസൂലയാണെന്ന് മുസന്നിഫ് സക്കാക്കിയും പറഞ്ഞു. അപ്പൊ ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത്തത്തു, ആ രണ്ടാമത്തിലുള്ള റഫ് ആണ് സക്കാക്കിയും മുസന്നിഫും ഉദ്ദേശിച്ചത്. ആ റഫ് മൂന്നാമത്തെ ഓത്തുള്ള റഫ് ആണെന്ന് ഈ ബഅ്ദ് മനസ്സിലാക്കിയിട്ട് മൗസൂലിയായിട്ട് തിരഞ്ഞെടുക്കാറുള്ള കാരണം മുസന്നിഫിനോടും സക്കാക്കിയോടും ആവശ്യപ്പെട്ടു. കാരണം ഇന്നമാ ഹുർരിമ അലൈക്കുമുൽ മൈത്തത്തു രണ്ടും പറ്റുമല്ലോ. ഏത്? കാഫത്തുമാവാം മൗസൂലയുമാവാം. ഇതാണ് ഈ റഫ് ആണെന്നാണല്ലോ മനസ്സിലാക്കിയത് ഈ ബഅ്ദ്. മുസന്നിഫ് സക്കാക്കിയും രണ്ടാമത്തെ ഓത്തിലെ അൽ മൈത്തത്വമാണ് ഉദ്ദേശിച്ചത്. അവിടെ അൽ മൈത്തത്തു ഓതുമ്പോൾ മാ എന്ത് തന്നെ ആവണം? മൗസൂലത്ത് തന്നെ ആവണം. എന്നാലേ അൽ മൈത്തത്തുന്റെ റഫയിന് അവിടെ സ്ഥാനം ഉണ്ടാവുള്ളൂ. അത് ഖബറാകാൻ വേണ്ടിയിട്ടാണത്. മൂന്നാമത്തെ ഓത്ത് പ്രകാരം മാ എന്താവണ്ട? മൗസൂല തന്നെയാവണ്ട, കാഫത്തും ആവാം മൗസൂലയും ആവാം. അപ്പൊ മൂന്നാമത്തെ ഓത്തിലെ റഫ് ആണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ ബഅ്ദ് മുസന്നിഫിനോടും സക്കാക്കിനോടും മൗസൂലത്തിനെ തെരഞ്ഞെടുക്കാനുള്ള കാരണം ആവശ്യപ്പെട്ടത്.
സജ്ജാദ് ഇമാമ് കാഫത്തിനെ മുഖ്താറാക്കലോടുകൂടെ. അതായത് മൗസൂലായിട്ട് തിരഞ്ഞെടുക്കാൻ കാരണം ഇതിലുണ്ട്. അത് ഇയാൾ എന്താ അടിസ്ഥാനത്തിൽ ചോദിച്ചതാണാവോ. കാരണം മൗസൂലായിട്ട് തിരഞ്ഞെടുത്താലല്ലേ ഉള്ളൂ ഇവിടെ ഇന്ന കമലുണ്ടാകുള്ളൂ. മൂന്നാമത്തെ ഓത്തിലും ആ കാഫത്തുമാകാം മൗസൂലത്തുമാവാം. അപ്പോ ഈ മൂന്നാമത്തെ ഓത്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് മൗസൂലിയായിട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണത്തെപ്പറ്റി, അതിനെ മുഖ്താറാക്കാനുള്ള കാരണത്തെപ്പറ്റി ചോദിച്ചത്. അതിനെ മുഖ്താറാക്കാനുള്ള കാരണം ഉണ്ട് മൂന്നാമത്തെ ഓത്തിൽ, അവിടെ നിൽക്കട്ടെ. പക്ഷേ മുസന്നിഫും സക്കാക്കും പറഞ്ഞു കൊടുത്തും ആ മൗസൂലി അവൽ നിർബന്ധാണ് രണ്ടാമത്തെ ഓത്തില് അൽ മൈത്തത്ത് ഖബറാവാൻ എന്നല്ലാതെ മൂന്നാമത്തെ ഓത്തിലെ അൽമൈത്തത്വ അല്ല ഉദ്ദേശിച്ചത്. മൂന്നാമത്തെ ഓത്തിലെ അൽമൈത്തത്വ അവിടെ മാ കാഫത്തുമാവാം മൗസൂലത്തുമാവാം. മൗസൂലത്തിനെ മുഖ്താറാക്കി മുസന്നിഫ്. കാരണം എന്താണ് ഇവിടെ മൗസൂലത്തിനെ മുഖ്താറാക്കിയത്? അത് ഇന്റെ അമല് ബാക്കിയാവാൻ വേണ്ടി കേട്ടോ. പിന്നെ ശരി എന്നാല്